അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്ന് ഷമ്മാസ് ഷോപ്പിലേക്ക് യാത്ര ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം ഹിജാബി പറഞ്ഞ ആ കാര്യങ്ങളെക്കുറിച്ചോർത്ത് ഷമ്മാസ് ശരിക്കും ആലോചിച്ചു. അവൾ എന്തൊക്കെയോ എന്നോട് മറച്ചു വെക്കുന്നുണ്ട്. അത് സത്യമാണ്. അവൾ ഇതുവരെ അവളുടെ അനുഭവകഥകൾ പുറത്തുവിട്ടിട്ടില്ല. ഞാൻ പലതവണ ചോദിച്ചിട്ടും അവളത് പറയാൻ തയ്യാറാകുന്നില്ല. പലപ്പോഴും ഉമ്മ വിളിക്കുന്നു, അല്ലെങ്കിൽ ഉമ്മ കാണും എന്നൊക്കെ പറഞ്ഞ് ആ ഫോൺ അവൾ ഓഫ് ചെയ്യുകയാണ്. അതെ, നെറ്റ് ഓഫ് ചെയ്ത് അവൾ ഉറങ്ങുകയാണ് പതിവ്. ഉറങ്ങുന്നുണ്ടോ ഇല്ലയോ ആർക്കറിയാം. ഒരുപക്ഷെ പറയാൻ പറ്റാത്ത സങ്കടകഥകൾ ഉണ്ടായിരിക്കും അവളുടെ ജീവിതത്തിൽ. അതുകൊണ്ടായിരിക്കും അവൾ എന്നോട് പറയാത്തത്. എന്നാലും എന്നെ ഇത്രയധികമൊക്കെ വിശ്വാസം ഉണ്ടായിട്ടും എന്നോട് പറയുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമോ? അല്ലെങ്കിലും എന്നെ എന്ന് വിചാരിച്ച് അവൾ എങ്ങനെ വിശ്വസിക്കും? ഒരു പ്രാവശ്യം ഒരു വഞ്ചന പറ്റിക്കഴിഞ്ഞാൽ അത് പിന്നീട് അതവർക്കൊരു തോന്നലായി മാറും. തന്നെ പറ്റിക്കും അല്ലെങ്കിൽ തന്നെ വഞ്ചിക്കും എന്നൊരു തോന്നലുണ്ടാകും. ഒരു പക്ഷേ ഹിജാബിക്ക് അങ്ങനെ തോന്നുന്നുണ്ടാവും. അവളുടെ ആദ്യ ഭർത്താവ് അവളെ വഞ്ചിച്ചത് കൊണ്ട് തന്നെ എന്നെക്കുറിച്ചും അവൾക്ക് അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഹിജാബി തന്നോടൊന്നും പറയാത്തത്. എനിക്ക് അങ്ങനെയാണ് മനസ്സിലേക്ക് വരുന്നത്. 2-3 തവണ ഇപ്പോൾ ഞാൻ തുടർച്ചയായി ചോദിച്ചിട്ടുണ്ട് അവളോട്. പക്ഷേ അവൾ അത് വേണ്ട, നിങ്ങൾ എൻ്റെ കഥയറിഞ്ഞാൽ എന്നെ ഒരിക്കലും നിങ്ങൾ സ്വീകരിക്കൂല. ഞാൻ പറഞ്ഞു, എനിക്ക് കുഴപ്പമില്ല, എനിക്ക് യാതൊരു രീതിയിലുള്ള കുഴപ്പമില്ല. എന്തൊക്കെ തന്നെയായാലും ഹിജാബി, നീ എൻ്റെ മനസ്സിലേക്ക് അങ്ങ് കടന്നു വന്നു. അപ്പോൾ ഇനി അത് ഒഴിവാക്കാൻ എനിക്ക് കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടും അവളൊന്നും എന്നോട് പറയാൻ കൂട്ടാക്കുന്നില്ല. അതറിഞ്ഞാലല്ലേ എനിക്ക് അവളെ വിവാഹം കഴിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ നിക്കാഹ് ചെയ്യാൻ പറ്റുമോ, എനിക്ക് അവളെ സ്വന്തമാക്കാൻ കഴിയുമോ എന്നുള്ള ആ ഒരു ഉറപ്പ് കിട്ടുകയല്ലോ. പക്ഷേ ഞാൻ വേറൊരു കാര്യം അവളോട് ചോദിച്ചില്ല. എന്താണെന്ന് വെച്ചാൽ, നിനക്ക് വേറെ ആരെങ്കിലും നിൻ്റെ മനസ്സിലുണ്ടോ എന്ന്. അത് ഞാൻ ചോദിച്ചതുമില്ല. ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം എൻ്റെ ഇഷ്ടം അവളെ അറിയിച്ചു. അവളും എന്നോട് യെസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിലും അവളുടെ മനസ്സിൽ മറ്റാരോ ഉണ്ടോ എന്നെനിക്കൊരു തോന്നൽ. കാരണം അങ്ങനെ ഒരാൾ മനസ്സിലുണ്ടെങ്കിൽ വേറൊരാൾ ഇഷ്ടം പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ അവർ തയ്യാറാകില്ല. സത്യമായിട്ടും എനിക്കെന്ത് തെറ്റാ പറ്റിപ്പോയത്. ഞാൻ അത് അവളോട് ചോദിച്ചില്ലല്ലോ. ഇനി എന്തായാലും ഇന്ന് പറ്റുമെങ്കിൽ ചോദിക്കണം. പക്ഷേ അവൾ പകലൊന്നും ഒരിക്കലും ഫോണിലൂടെ ചാറ്റ് ചെയ്യാനൊന്നും അവൾ വരുന്നേയില്ല. അത് ബുദ്ധിമുട്ടായിട്ടായിരിക്കും. ക്ലാസ് ടൈം, പിന്നെ ബസ്, പിന്നെ വീട്ടിൽ ഫ്രീ ആകുന്ന സമയമെന്ന് വെച്ചാൽ ആ ഒരു 10 മണി മുതൽ ഒരു ഏകദേശം ഒരു 11 മണിയോളം. അത് കഴിഞ്ഞാൽ അതും 11 തികയൂല. അതിനടുക്ക് തന്നെ ഉമ്മ വിളിക്കുന്നു, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ഓഫ് ചെയ്ത് പോകാറാണ് പതിവ്. ഇന്ന് എന്തൊക്കെ തന്നെയായാലും ചോദിക്കണം, നിൻ്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ എന്ന്. അതോ വേറെ വിവാഹം വല്ലതും ഉറപ്പിച്ചിട്ടുണ്ടോ അതും അറിയില്ല. സന്തോഷകരമായ ഷമ്മാസിൻ്റെ മനസ്സിൽ ഇപ്പോൾ ചെറിയൊരു സങ്കടം ഇല്ലാതില്ല. തൻ്റെ പ്രതീക്ഷ അത് നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു തോന്നൽ ഷമ്മാസിന് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അന്ന് ഷോപ്പ് കഴിഞ്ഞ് അതാ ഷമ്മാസ് വീട്ടിലെത്തിയപ്പോഴേക്കും ഉമ്മ പറഞ്ഞു, ഷാമോനെ, എൻ്റെ കുട്ടി എന്താ ഇന്നിങ്ങനെ വല്ലാണ്ടിരിക്കുന്നത്? 2 ദിവസമായിട്ട് നല്ല ഹാപ്പി ആയിരുന്നല്ലോ, ഇന്നിപ്പോൾ എന്താ ഒരു മൂഡ് ഓഫ്? ഹേയ് ഉമ്മ, അതൊന്നുമില്ല. ഉണ്ട്, എൻ്റെ മോൻക്ക് എന്തെങ്കിലും ഉണ്ടായാൽ അതെനിക്കറിയും. ഉമ്മാനോട് കുട്ടി പറയൂ. ഉമ്മ, അത് എന്താ ഷോപ്പ് തുടങ്ങുന്നതിൻ്റെ ടെൻഷനാണ്. അതിനെന്താ, അതൊക്കെ നല്ല ഈസിയായി പോകുന്നുണ്ടല്ലോ. 2ാമത്തെ ഷോപ്പ് സെറ്റാവുകയും ചെയ്തു. ഉമ്മയല്ലേ അതിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ വരിക? മോനെ, ഇൻഷാ അല്ലാ. ആദ്യത്തെ ഷോപ്പ് എങ്ങനെയുണ്ട്? ഉഷാറല്ലേ? ഉമ്മ, അൽഹംദുലില്ലാ, റാഹത്തായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. നല്ല ബിസിനസ്സും. എന്നാൽ എൻ്റെ കുട്ടിക്ക് ഇഷ്ടമാണെങ്കിൽ ഉമ്മയെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഉമ്മ വരാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും ഉസ്താദുമാരെയോ തങ്ങന്മാരെയോ അങ്ങനെയൊക്കെ വിളിക്കുന്നതല്ലേ നല്ലത്. ഉമ്മ, നിങ്ങളെ പ്രാർത്ഥനയും അനുഗ്രഹവും അത് ഏത് ഉസ്താദുമാരെയും തങ്ങന്മാരെയും വിളിച്ചാൽ കിട്ടുമോ? ഇല്ലല്ലോ. അത് എൻ്റെ കുട്ടി നന്നാവണം, എൻ്റെ കുട്ടിക്ക് ഉണ്ടാവണം, എൻ്റെ കുട്ടി രക്ഷപ്പെടണം എന്നുള്ളൊരു ചിന്ത എൻ്റെ ഉമ്മാക്ക് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. ആ ഒരു ചിന്ത ഈ ഒരു ലോകത്ത് വേറെ ആർക്കെങ്കിലും ഉണ്ടാവുമോ?
ഉമ്മ പറയും. മോനെ, ഉണ്ടാവണോലൊക്കെ ഉണ്ടാവും, പക്ഷേ ഉമ്മയുടെ പ്രാർത്ഥന അതെൻ്റെ കുട്ടിക്ക് എപ്പോഴും ഉണ്ടല്ലോ ഉമ്മ. അതുകൊണ്ട് എൻ്റെ ഉമ്മ തന്നെ വരണം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ നമുക്ക് ഉഷാറായി നടത്താം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നോമ്പിനായിരുന്നല്ലോ നടത്തിയിരുന്നത്, ഓർമ്മയില്ലേ? ഒരു ഇഫ്താർ പാർട്ടിയും. ആ മോനെ, മാഷാ അല്ലാ, നല്ലൊരു കാര്യം തന്നെയാണത്. അങ്ങനെ തന്നെ നമുക്ക് സെറ്റാക്കാം കേട്ടോ. അതിനെക്കുറിച്ചാണോ എൻ്റെ കുട്ടി വിഷമിച്ചിരിക്കുന്നത്? ഉമ്മ, അതൊന്നുമല്ല. പിന്നെ ഞാൻ വിചാരിച്ചിരുന്നു എൻ്റെ കുട്ടിക്കൊരു കല്യാണമൊക്കെ റെഡിയായി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഒരു സന്തോഷമായിരിക്കും അതൊക്കെയെന്ന്. ഞാൻ ജമീല താത്താനോടൊന്നും കൂടി പറഞ്ഞ് നോക്കിയിട്ടുണ്ട്. ജമീല, എൻ്റെ മോനക്ക് വേഗം ഒന്ന് സെറ്റാക്കി കൊണ്ടിട്ടോ എന്നുള്ളത്. അത് എൻ്റെ കുട്ടിക്ക് പറ്റിയ രീതിയിലുള്ളത് വേണമെന്നും പറഞ്ഞിട്ടുണ്ട്. നോക്കട്ടെ താത്ത. എത്തീങ്കാനയിലും അവിടെയും ഇവിടെയൊക്കെ പഠിക്കണവരുണ്ടാവും, അങ്ങനത്തെ കോളേജുകളിലും ഒക്കെ പഠിക്കണ ഇഷ്ടംപോലെ പെൺകുട്ടികളുണ്ടാവും. അതും പണ്ടും പൈസയും ഒന്നും വേണ്ടാന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. ഒരു നിമിഷം ഷമ്മാസ് ഞെട്ടിപ്പോയി. പടച്ച റബ്ബേ, എൻ്റെ ഉമ്മ വീണ്ടും പറഞ്ഞോ? ഉമ്മ, അവിടെ നിന്നൊന്നും വേണ്ട, അതൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അല്ല, നീയല്ലേ പറഞ്ഞത് ഹിജാബ് ധരിച്ച് നടക്കണേ നല്ല സ്വാലിഹത്തായ പെൺകുട്ടികളെ വേണമെന്നുള്ളത്? ഇപ്പം എന്തേത് മാറിയോ? അല്ല ഉമ്മ, അതൊക്കെ പറയേ, അതൊക്കെ ഉണ്ട് ഉമ്മ, നിങ്ങൾ എന്നോട് പറയല്ലേ. മോനെ ഉണ്ട് എന്നോ? ഈ എന്താ പറയണത്? ഇന്നാളത്തെ കാര്യമാണെങ്കിൽ എൻ്റെ കുട്ടീനെ കുറിച്ച് ചിന്തിക്കണ്ട കേട്ടോ. പിന്നെ എൻ്റെ കല്യാണത്തിനൊരു കുട്ടി ഉണ്ടാവില്ല. ഏത് കാര്യം? നീ പറഞ്ഞില്ലേ ഒരു കല്യാണം കഴിച്ച പെൺകുട്ടീനെ ഇഷ്ടമാണെന്നുള്ളത്, രണ്ടാം കെട്ടുകാരിയെ. അതാണെങ്കിൽ എൻ്റെ മോന് കുറച്ച് പ്രയാസം അനുഭവിക്കേണ്ടി വരും. കാരണം എന്താ, ആരും ഇടപെടൂല ആ കാര്യത്തിലൊന്നും. നമ്മളെ വീട്ടുകാരും ഇടപെടൂല, കുടുംബക്കാരും വരില്ല. പിന്നെ നിങ്ങൾ ഒറ്റയ്ക്ക് കല്യാണം കഴിച്ച് ഇവന് മറ്റേ ഫൈസൽ കൂട്ടിക്കൊടുന്ന പോലെ കൂട്ടിക്കൊണ്ടിട്ട് വരും. അതിനാണ് എനിക്ക് താല്പര്യമുള്ളത്. അങ്ങനെ വെച്ചാൽ അങ്ങനെ ചെയ്തോ, എന്തപ്പോൾ ചെയ്യുക? എൻ്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ, ഉമ്മക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് കരുതി ഉമ്മ എൻ്റെ മോനെ വെറുക്കൂല. എന്തായാലും ഫൈസൽ അങ്ങനെ ചെയ്തില്ലേ, അതൊരു പെണ്ണുണ്ടായിക്കൊണ്ട്. ഇപ്പോൾ പെണ്ണ് കെട്ടാത്ത നീ അങ്ങനത്തെ ഒരു ആഗ്രഹം വെച്ച് നടക്കുകയാണെങ്കിൽ കൂട്ടിക്കൊടുന്നോ, കുഴപ്പമില്ല. നിക്കാഹ് കഴിച്ച് കൂട്ടിക്കൊടുന്നോ, ആരും അറിയണ്ട. നിങ്ങൾ രണ്ടാളും അങ്ങോട്ട് ജീവിച്ചോളി. കുറച്ച് പ്രയാസങ്ങളും കുത്തുവാക്കുകളും ഒക്കെ കേൾക്കേണ്ടി വരും. അത് എൻ്റെ ആ പെണ്ണിനും കേൾക്കേണ്ടി വരും. അതിനൊക്കെ തയ്യാറാക്കി ഈ ഓളെ നല്ല രീതിയിൽ നിർത്താൻ എനിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ കൊടുന്നോ. പിന്നെ എൻ്റെ ഷാമോനോട് ഒരു കാര്യം ഞാൻ പറഞ്ഞതാ, പെണ്ണ് കെട്ടിനേന് കുഴപ്പമില്ല, അതിനിപ്പോൾ ഞാനത് വിട്ട് തന്നിക്കണ്. എൻ്റെ മനസ്സൊക്കെ വലിയൊരു ഇത് തോന്നണില്ലെങ്കിലും അത് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഇനി ഉമ്മ വിലങ്ങ് നിൽക്കണില്ല. മക്കളുടെ ഇഷ്ടത്തിന് വിലങ്ങ് നിന്നിട്ടില്ല അമ്മ. ഒക്കെ ഓല ഇഷ്ടം പോലെ തന്നെയാണ്. നിന്നാൽ തന്നെ എന്നോട് ശത്രുതായിരിക്കും. ഉമ്മ അങ്ങനെയൊന്നുമില്ല. അല്ല ഷാമോനെ, എൻ്റെ ഇഷ്ടത്തിന് ഈ കെട്ടിക്കൊടുന്നോ. ഇനിയിപ്പോൾ ഉപ്പാനോടൊന്നും ചോദിക്കാനില്ലല്ലോ. എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈയാണ് നടത്തിക്കോ. പിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊടുന്നും ചെയ്തോ, ഞാൻ ഓളെ കൈ പിടിച്ച് കയറ്റിക്കോളാം. പിന്നെ ഒരേ ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ. എന്താ ഉമ്മ അത് ഏതൊരു പെൺകുട്ടിനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരണമെങ്കിലും ഓളെ കഷ്ടപ്പെടുത്താൻ പറ്റൂല. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എൻ്റെ കൺമുമ്പിൽ വെച്ച് നടന്ന സംഭവം കൊണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയണത്. ഉമ്മയുടെ കണ്ണുകളിൽ അതാ വെള്ളം നിറയുന്നു. ഹേയ് കരയണ്ട. എന്താ ഉമ്മ പറഞ്ഞത്? അല്ലേ, എൻ്റെ കൺമുമ്പിൽ വെച്ച് കാട്ടിക്കൂട്ടിയൊരു കാര്യങ്ങൾ കണ്ടതുകൊണ്ടാണ്, കുറേ സഹിച്ചിട്ടാണ് എൻ്റെ പെണ്ണ് ഇവിടുന്ന് ഇറങ്ങി പോകേണ്ടി വന്നത്. അങ്ങനെയുള്ള ചരിത്രങ്ങൾ കാട്ടാനാണെങ്കിൽ ഈ വീട്ടിലേക്ക് പെണ്ണിനെ ആരും കൊണ്ടുവരണ്ട. കാരണം അത്രയ്ക്ക് സഹിച്ചിട്ടുണ്ട് എൻ്റെ കുട്ടി. ഉമ്മ നിങ്ങളെന്താ പറയുന്നത്? ഹേയ്, ഞാനൊരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. അത് ഈ ഷമ്മാസിനെ യോജിച്ചതല്ല ഒരിക്കലും. അങ്ങനെയാണെങ്കിൽ അതൊക്കെ ഭയങ്കര കുറ്റമല്ലമ്മ. ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് കഷ്ടപ്പെടുത്തുന്നതൊക്കെ പറഞ്ഞാൽ അതാണ് മോനെ ഞാൻ പറഞ്ഞത്. അനുഭവം എൻ്റെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. കെട്ടിക്കൊണ്ടുവരുന്നതിന് കുഴപ്പമില്ല, നിക്കാഹ് കഴിച്ചോ കൊണ്ടെന്നോ. എൻ്റെ നിക്കാഹിന് ഇവിടെ എല്ലാവരും കൂടുന്നുള്ള പ്രതീക്ഷയും വേണ്ട, ആരും വരൂല. ഇത് കേട്ടാൽ ആരും വരൂല. പിന്നെ എൻ്റെ പെങ്ങളുണ്ടല്ലോ സാജിദ, ഓളും വരൂല. എൻ്റെ ജ്യേഷ്ഠന്മാർ പങ്കെടുക്കൂല. നവാസിന് എങ്ങനെയെന്നാവോ, ഓന് ചിലപ്പം കുറച്ച് അലിവൊക്കെ ഉണ്ടാവും. പക്ഷേ ഓനൊരു പെണ്ണുങ്ങളുണ്ടല്ലോ, തീയാണോള്, തീയ്. അത് ഉമ്മ അങ്ങനെയൊന്നും പറയല്ലേ. അതേ, ഓള് പങ്കെടുക്കൂല. ഇനിയിപ്പോൾ അഥവാ എങ്ങനെങ്ങാലും കൂട്ടി കൊടുന്നിക്കുകയാണെങ്കിൽ
ഓള് എല്ലായിടത്തത് പറഞ്ഞ് നടക്കും. പറഞ്ഞില്ലറിയണ്ട. രണ്ടാം കെട്ടുകാരനെ കെട്ടിക്കൊടുന്നിക്കണ്. നാട്ടിൽ വേറെ പെണ്ണുങ്ങളില്ലാത്ത പോലെ. അല്ലേ ഇപ്പോൾ ഓനക്ക് എന്താ ഒരു കുറവ്? അങ്ങനെ എങ്ങനെ പറഞ്ഞ് നടക്കൂട്ടോ. എല്ലാവരോടും ഫോൺ ചെയ്ത് പറയും ചെയ്യും. അതിനൊക്കെ എനിക്ക് തയ്യാറാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഷാമോന് ഞാനായിട്ടൊരു മുടക്ക് വരുത്തണില്ല. ഈ ഉമ്മ എനിക്ക് സമ്മതം തന്നിക്കണ്. എൻ്റെ മനസ്സിൽ ഇഷ്ടപ്പെട്ട കുട്ടീനെ എവിടെയാണ് കണ്ടുവച്ചിക്കണ് അത് ഈ കൂട്ടിക്കൊടുന്നോ. ഉമ്മാക്ക് കുഴപ്പമില്ല, പക്ഷേ കഷ്ടപ്പെടുത്തരുത്. ഏത് കുട്ടിയാണെങ്കിലും നല്ല നോക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നോക്കിക്കോ. അതല്ല ഈ വീട്ടിലേക്ക് എനിക്ക് കൊണ്ടുവരാൻ പ്രയാസമാണെന്നുണ്ടെങ്കിൽ ഈ എൻ്റെ ഇഷ്ടം പോലെ ഒരു വീടെടുത്ത് അവിടെ താമസിക്കേ എന്താ ചെയ്തോ. പക്ഷേ ഈ ഉമ്മ വരൂല കേട്ടോ അങ്ങോട്ട്. ഉമ്മ അതെന്താ? നമ്മളപ്പോൾ മരിച്ചിറങ്ങിപ്പോയ വീടാണിത്. ഈ വീട് വിട്ട് പോവാന്ന് വെച്ചാലേ എനിക്ക് പ്രയാസമാണ്. പിന്നെ ഞാൻ പോയി കഴിഞ്ഞാൽ മോനെ ഇവിടെ ഇപ്പോൾ നിസ്കാരവും ഖുർആനും ഓത്തും പാരായണമൊക്കെ ആര് ചെയ്യണേ? അതിപ്പോൾ എങ്ങനെയെങ്കിലും മുസ്ലിങ്ങളെ വീട് പോലെ നമുക്ക് കാട്ടിയാൽ പറ്റുമോ? ഇല്ലല്ലോ. അതൊക്കെ എന്നും ആ നേരത്ത് ഉപ്പാക്കും വേണ്ടി ചൊല്ലി പറഞ്ഞ് ഓതുണ്ടാക്കണതാണ്. അപ്പോൾ അത് നഷ്ടപ്പെടും. ഇപ്പം അധ്വാനിച്ച് നയിച്ചുണ്ടാക്കിയ വീടല്ലേ. ഈ വീട്ടിൽ നിന്ന് ഞാനും കൂടി കണ്ട് ഇറങ്ങിപ്പോയാൽ പിന്നെന്താ സ്ഥിതി? ഇവിടെ ഒന്നും ഉണ്ടാവില്ല മോനെ. ഉമ്മ എൻ്റെ ഉമ്മ ഇല്ലാത്തടത്തേക്ക് ഒരിക്കലും ഇല്ല. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലമ്മ. എൻ്റെ ഉമ്മ എൻ്റെ സന്തോഷമല്ലേ എനിക്ക് വലുത്. എൻ്റെ ഉമ്മയുടെ സന്തോഷത്തിനനുസരിച്ച് ഈ ഷമ്മാസ് നിൽക്കുള്ളൂ എന്ന് നിങ്ങൾക്കറിയില്ലേ? ഷമ്മാസിൻ്റെ ഹൃദയം വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവനത് പുറത്ത് കാട്ടുന്നില്ല. എൻ്റെ മോനെ കുറ്റപ്പെടുത്താൻ വേണ്ടി ഞാൻ പറയല്ല കേട്ടോ. ഞാൻ കാര്യങ്ങൾ പറഞ്ഞെന്ന് മാത്രം. കെട്ടണി കെട്ടിക്കോളി, പോകുകയാണെ പോയിക്കോളി. കെട്ടി പെണ്ണിനെ കഷ്ടപ്പെടുത്താനേ പാടില്ല. ഉമ്മാൻ്റെ കൺമുമ്പിൽ വെച്ച് കണ്ട അനുഭവം കൊണ്ടാണ് ഞാൻ ഈ പറയണത്. നിങ്ങൾക്ക് നോക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നോക്കിക്കോളി, കഷ്ടപ്പെടുത്തരുത് കേട്ടോ ഒരിക്കലും. ഓലെ നല്ല രീതിയിൽ നമ്മൾ നോക്കണേ. അതിന് വേണ്ടിയിട്ടല്ലേ നമുക്ക് പഠിച്ച പെണ്ണുങ്ങളെ സൃഷ്ടിക്കണത്. അപ്പോൾ നമ്മളവൾ നിക്കാഹ് കഴിച്ചാൽ പിന്നെന്താ എല്ലാം അവരായി. നിങ്ങളെല്ലാതും നിങ്ങളെ വസ്ത്രം പോലെയാണ്. പിന്നെ ഒരു മാറ്റി നിർത്തല്, വേറൊരു പെണ്ണിനെ കൊണ്ടല്ലേ, വേറെ പെണ്ണുങ്ങളോട് ചാറ്റിങ് കാര്യങ്ങൾ, അതൊന്നും പാടില്ല. കെട്ടി പെണ്ണിനെ പൊന്നു പോലെ നോക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ എൻ്റെ മോനെ കെട്ടിക്കോ. അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും കാട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഉമ്മ തിരിഞ്ഞു നോക്കൂല കേട്ടോ. ഓനോട് തന്നെ എനിക്ക് വെറുത്താൽ എന്താ ഫൈസലിനോട്? ഓൻ്റെ സ്വഭാവം കൊണ്ട് വെറുത്തതാണ്. അല്ലാതെ എനിക്ക് ഓനോട് സ്നേഹമില്ലായിട്ടില്ല. എനിക്കെൻ്റെ 4 മക്കളും ഒരുപോലെയാണ്. അതിൽ ഒരുത്തനാണ് ഫൈസലാണ് ഈ കണ്ട ചരിത്രങ്ങളൊക്കെ കാട്ടിക്കൂട്ടിയത്. അതുകൊണ്ടാണ് എനിക്ക് ഓനെ ആലോചിക്കുമ്പോൾ തന്നെ എന്തൊക്കെയോ ഒരു പ്രയാസം, എന്തൊക്കെയോ ഒരു വിഷമം തോന്നുന്നത്. എന്നാ മോനെ ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്, വാ കഴിക്കുക. ഉമ്മയുടെ ആ വാക്കുകൾക്ക് മുമ്പിൽ ഷമ്മാസിന് എന്ത് പറയണമെന്ന് അറിയുന്നില്ല. അവൻ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ഒരിക്കലും ഞാൻ കഷ്ടപ്പെടുത്തില്ല. എൻ്റെ ഉമ്മയെ അതുവരെ കഷ്ടപ്പെടുത്തിയിട്ടില്ലല്ലോ, അതുപോലെ തന്നെ അവളെയും ഞാൻ കഷ്ടപ്പെടുത്തില്ല. സത്യമായിട്ടും മോനെ ഇനി ഞാൻ എൻ്റെ കുട്ടീനോട് എതിരായിട്ടൊന്നും പറയണില്ല. മോൻ്റെ ഇഷ്ടം പോലൊക്കെ ചെയ്തോട്ടോ. എന്തായാലും എൻ്റെ കാരണവന്മാരൊക്കെ അവരുടെ ഇഷ്ടം പോലൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. എന്നോടായിട്ട് എനിക്ക് കർശനം പാലിക്കാൻ പാടില്ലല്ലോ. എനിക്ക് എല്ലാ മക്കളും ഒരുപോലെ തന്നെയാണ്. ഈ എൻ്റെ ഇഷ്ടത്തിന് എന്താ ചെയ്തോ, പക്ഷേ ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കണം കേട്ടോ. ഒരിക്കലും കെട്ടിയ പെണ്ണിനെ ബുദ്ധിമുട്ടാക്കാൻ പാടില്ല. പഠിച്ചോൻ ദുനിയാവ് നിന്ന് ഇറക്കി തരും. അതാണ് അനുഭവം കൊണ്ടാണ് പറയണത്. വാ ഇരിക്കേ. ഉമ്മ അതാ ഷമ്മാസിന് ചപ്പാത്തിയും ചിക്കൻ കറിയും വിളമ്പുന്നു. ഉമ്മ ഇരിക്കുന്നില്ലേ? മോനെ ഞാൻ കുറച്ച് നേരത്തെ കഴിച്ചു. ഇല്ലല്ലോ, എൻ്റെ ഉമ്മ എന്നോട് കളവ് പറയുകയാണല്ലോ. ഇല്ലല്ലോ, ഉമ്മ കഴിച്ചിട്ടില്ല. ഞാൻ കഴിക്കാതെ എൻ്റെ ഉമ്മ കഴിക്കില്ല, അതെനിക്കറിയാം. മോനെ ഇപ്പം എനിക്ക് എന്താ അറിയില്ല, ഒരു വിശപ്പില്ല, അതുകൊണ്ടാണ്. എന്നാലും ഉമ്മ ഒരു ചപ്പാത്തിയെങ്കിലും കഴിക്ക്, അല്ലെങ്കിൽ കുറച്ച് സാലഡെങ്കിലും കഴിക്ക്. ഒന്നും കഴിക്കാതെ എൻ്റെ ഉമ്മ കിടക്കാൻ പാടില്ല. ഷമ്മാസിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അതാ ഉമ്മയും ഷമ്മാസും ഭക്ഷണം കഴിക്കുന്നു. ഉമ്മ അവരൊക്കെ കഴിച്ചോ? മോനെ ഓലൊക്കെ 7-7:30 ആകുമ്പോൾ വന്ന് തിന്നാണ്ട് പോവും. നമ്മൾക്ക് ഒരാൾക്ക് ഉണ്ടോന്നോ അല്ലെങ്കിൽ ഉണ്ടാക്കിയിരിക്കണമെന്നോ രാത്രിയിലേക്ക് ഫുഡ് ഉണ്ടോന്നോ അങ്ങനത്തെ ഒരു ചിന്തയില്ല. എന്താണ് അവിടെ ഉള്ളത് അതെടുത്താണ് തിന്നു പോവും. ഇല്ലെങ്കിലോ ഫ്രിഡ്ജിലെ ഹുബൂസോ ബ്രെഡോ ചപ്പാത്തിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും അവിടെ എടുത്താണ്ട് ചൂടാക്കി തിന്നാണ്ട് പോവും. അതന്നെ. അല്ലെങ്കിൽ രാത്രിയിലേക്കുള്ള ഫുഡ് വേണമെന്നോ അല്ലെങ്കിൽ ഉണ്ടാക്കണമെന്നോ ഒരു വാക്ക്, രണ്ടാളും അതുപോലെ തന്നെ കേട്ടോ. ഞാൻ ആരോടും പറയലില്ല. അനക്കില്ലെങ്കിലും ഞാൻ അനക്കുള്ള ഉണ്ടാക്കി വെക്കും ഇവിടെ.
ഉമ്മയുടെ കഷ്ടപ്പാട് ഷമ്മാസിന് ശരിക്കും അറിയുന്നു. വീട്ടിൽ 2 സ്ത്രീകളുണ്ട്, പക്ഷേ ഉമ്മയെ ഹെൽപ്പ് ചെയ്യുന്നില്ല. ആ ജമീലത്താത്ത എങ്ങാനും ഇല്ലെങ്കിലോ? അതിലേറെ ബുദ്ധിമുട്ടായിരിക്കും. എന്താ ഇപ്പം ഇങ്ങനെ? പഠിച്ചോനെ, ഞാനൊരു പെണ്ണ് കെട്ടിക്കൊണ്ടുവരണമെങ്കിൽ എൻ്റെ ഉമ്മാക്ക് ഹെൽപ്പുള്ള ഒരു പെണ്ണായിരിക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. അതെ, എൻ്റെ ഹിജാബി, അതെനിക്ക് ഉറപ്പുണ്ട്. അവൾ അങ്ങനെയൊന്നും ബുദ്ധിമുട്ടാക്കുന്ന ടൈപ്പല്ല എന്ന് തോന്നുന്നു. അവളെ ഒക്കെയാണെങ്കിൽ ഇൻഷാ അല്ലാ നല്ലതായിരിക്കും എൻ്റെ ഉമ്മാക്ക്. എൻ്റെ ഉമ്മ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലേ, ഭക്ഷണം ഉണ്ടാക്കിയിട്ടും വെച്ച് വിളമ്പിയിട്ടൊക്കെ. മോനെ, അങ്ങനെയൊന്നും ഇല്ലടാ. ജമീലത്താത്ത ഉണ്ടായതുകൊണ്ട് അടിക്കലും വാരലും മോറലും അതൊക്കെയാണ് കഴിച്ചു പോവും. പിന്നെ ഇപ്പം എന്താ പണി? പിന്നെ വെച്ചുണ്ടാക്കുന്ന പണിയല്ല, അത് ഞാനാണ് ചെയ്യും. ഉമ്മ എന്നാലും ഒരു നേരം ഭക്ഷണം ഉണ്ടാക്കി രണ്ടാമത്തെ നേരത്തേക്ക് ഇല്ലെങ്കിൽ മോനെ, ഞാൻ ചോറും കറിയൊക്കെ കണ്ട് വെച്ചേക്കും. പിന്നെ വൈകുന്നേരത്തിന് കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കി വെക്കും. ചോറ് ബാക്കി ഉണ്ടെങ്കിൽ ഊലൊക്കെ തിന്നാണ് പോവും. അല്ലെങ്കിൽ ഇതാ ഫ്രിഡ്ജിൽ നിന്ന് എന്തെങ്കിലും അങ്ങനെ എടുത്ത് തിന്നും. അല്ലെങ്കിൽ ഇപ്പോൾ ഓർഡർ ചെയ്താൽ ഓല് വരുന്നതാണ് ആ ഒരു പെട്ടിയിൽ ഇങ്ങനെ ആ ഫുഡ് ഇങ്ങനെ കഴിക്കും. എന്നോട് പറയും നിങ്ങൾക്ക് വേണ്ടേന്നൊക്കെ ചോദിക്കും. ഞാൻ എനിക്ക് വേണ്ട, എനിക്ക് അങ്ങനെ ഫാസ്റ്റ് ഫുഡ് അങ്ങനെ വലിയ ഇഷ്ടമില്ല എന്ന് പറയും. ഉമ്മ, ഇൻഷാ അല്ലാ ഞാൻ കെട്ടിക്കൊണ്ടിരുന്ന പെണ്ണ് എൻ്റെ ഉമ്മാൻ്റെ മരുള് നോക്കിക്കൊണ്ട് നല്ല അസല് മരുമകളായിരിക്കും. എൻ്റെ ഉമ്മാൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യും എല്ലാ കാര്യത്തിനും. മോനെ, അതൊക്കെടാ ഈ പറയാണ്. അങ്ങനത്തെ പെൺകുട്ടികളൊന്നും ഇപ്പോൾ കിട്ടൂല. എവിടെ കിട്ടാനിടാ? ഇപ്പോൾ കണ്ടില്ലേ നമ്മളെ വീട്ടിൽ തന്നെ 2 എണ്ണം. ഉമ്മ, എല്ലാവരുടെയും സ്വഭാവം ഒരുപോലെയല്ലല്ലോ, പലർക്കും പല സ്വഭാവമല്ലേ. അതുകൊണ്ട് ഉമ്മ ഇൻഷാ അല്ലാ നോക്കിക്കോണ്ടി, ഞാൻ കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണ് എൻ്റെ ഉമ്മാക്ക് ഇഷ്ടപ്പെട്ട പെണ്ണായിരിക്കും. മോനെ, നമുക്ക് പഠിച്ചവനോട് പ്രാർത്ഥിക്കുക നല്ലത് കിട്ടാൻ വേണ്ടിയിട്ട്. ചക്കലല്ലോ ചൂഴ്ന്ന് നോക്കാൻ. പെണ്ണ് ഏതാ മോഡൽ നമുക്കറിയില്ലല്ലോ, ഒക്കെ വീട്ടിലെത്തുമ്പോഴല്ലേ അറിയാം. എന്തായാലും പഠിച്ചവൻ എൻ്റെ കുട്ടിക്ക് ഹയറായൊരു പെൺകുട്ടിനെ കൊടുത്താൽ മതിയായിരുന്നു. ഉമ്മ, ഇൻഷാ അല്ലാ കിട്ടും. അതൊക്കെ പഠിച്ച റബ്ബി നമുക്ക് തരൂലേ. നമ്മൾ അതിന് വേണ്ടിയല്ലേ. നമ്മളെ സ്നേഹിക്കുന്നവരെ കിട്ടണം, അതാണ് വേണ്ടത്. ഒരുപാട് സ്വത്തും മുതലും ഒന്നും ആഗ്രഹിച്ച് വരുന്ന പെൺകുട്ടികളാവരുത്. മനുഷ്യത്തുള്ള പെൺകുട്ടികളായാലാണ് രക്ഷപ്പെടുക. അതിപ്പോൾ എൻ്റെ കാര്യത്തിലാണെങ്കിലും നിങ്ങളെ കാര്യത്തിലാണെങ്കിലും ഉമ്മയോട് സ്നേഹം ഉണ്ടെങ്കിൽ തന്നെയല്ലേ എന്നോടും ഉണ്ടാവുള്ളൂ. അല്ലാത്തവർക്ക് ആരോടും ഉണ്ടാവില്ല. അതങ്ങനെയുള്ള പെൺകുട്ടികളെ തന്നെ വേണം ഉമ്മ. മോനെ, എൻ്റെ കുട്ടി ആഗ്രഹിച്ച പോലെ തന്നെ നന്നാവട്ടെ. പിന്നെ എൻ്റെ കുട്ടി പറഞ്ഞു വെച്ച പെൺകുട്ടി അതിൻ്റെ വീട് എവിടെയെന്നാവല്ല മോനെ? ഉമ്മ, വീടും ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല. ഒന്നും എവിടെയാണോ ഒന്നും അറിയില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ട് എനിക്കിഷ്ടപ്പെട്ട് അത്രയൊക്കെ തന്നെ. അപ്പോഴാണ് ആരോ പറഞ്ഞത് കല്യാണം കഴിഞ്ഞ കുട്ടിയാണെന്നുള്ളത്. അപ്പോൾ പിന്നെ ഞാനാകെ ടെൻഷനായി. പിന്നെ എനിക്ക് അതിമക്ക് വലിയൊരിതില്ല. പിന്നെ ആരോ പറഞ്ഞ് ഡൈവോഴ്സ് അയക്കണം. അതിലാണ് പിന്നെ എനിക്ക് ചെറുതായൊരു മോനെ, സത്യം പറഞ്ഞാൽ എനിക്ക് കേട്ടിട്ട് പേടിയാണ്. എന്തേ? അത് അല്ലേ, ഒഴിവാക്കിക്കണ്, ഭർത്താവുണ്ട്, പിന്നെ ഡൈവോഴ്സ് ചെയ്തിക്കണ്, ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ എവിടെയൊക്കെയോ ഉള്ളത് പോലെ തോന്നുകയാണ്. അതുകൊണ്ടാണ് മോനെ, ഒരു പെണ്ണിനെ ആരും വെറുതെ ഒഴിവാക്കൂലല്ലോ. എന്തെങ്കിലുമൊക്കെ ഒരു കാരണം അവരടുത്ത് ഉണ്ടാവും. അല്ലാതെ ആരും ഒഴിവാക്കണ് പെണ്ണിനെ? അങ്ങനെയൊക്കെ ഉമ്മ, അങ്ങനെയാണോ? ആണുങ്ങളുടെ കാരണം കൊണ്ടും ഒഴിവാക്കാലോ അല്ലേ? ഒരു നിമിഷം ഉമ്മ അതിനെക്കുറിച്ച് ഓർത്തു. ശരിയാണ്, എൻ്റെ നുസൈബ അവളെ ഒരു കാരണവുമില്ലാതെ ഒഴിവാക്കിയതാണ്. എൻ്റെ ഫൈസലിൻ്റെ ചരിത്രം കൊണ്ട് ഒഴിവാക്കിയതാണ്. ഓനാണ് ഓരോ പെണ്ണുങ്ങൾക്കുള്ള വീഡിയോ കോളും ഓരോള്ള ചാറ്റിങ്ങും ഓരോ കൂടെ കറങ്ങലും പിന്നെ ലാസ്റ്റ് രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ് കൊണ്ടല്ലോ. ഒരു വാക്ക് ചോദിക്കുകയോ പറയാ കുട്ടി ചെയ്തില്ല. കുട്ടി കാട്ടിയത് അങ്ങനെ ഇടങ്ങാറായതുകൊണ്ടല്ലേ എൻ്റെ കുട്ടി പോയത്. സാരില്ല. ഉമ്മ എന്താ ആലോചിച്ചത്? ഒന്നുമില്ല മോനെ, നമ്മളെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ ഓരോ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴേ അതിങ്ങനെ ഓർമ്മ വരും ഇടയ്ക്ക്. ഷമ്മാസ് അതാ കൈ കഴുകി കുറച്ച് സമയം കൂടി ഉമ്മയോട് സംസാരിച്ച്, മോനെ ഇനി പോയി ഉറങ്ങിക്കോ, 4 മണിക്ക് എണീക്കേണ്ടതല്ലേ, തഹജ്ജുദ് എന്നെ അറിയൂല, ചെല്ലേ. ഉമ്മയുടെ ആ ഒരു വാക്ക് കേൾക്കാനാണ് ഷമ്മാസും കാത്തിരുന്നത്. അതെ, അത് ചിലപ്പോൾ ഉമ്മയുടെ സംസാരം ഒരുപാട് അങ്ങ് കൂടിപ്പോകും. ചിലപ്പോൾ 10 മണിയും കഴിഞ്ഞ് 11 മണിയോളം അടുക്കും. അത് ഉപ്പയുടെ ശീലമാണ്. ഉപ്പ രാത്രി എങ്ങനെയാണ് ഒരുപാട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും. പിന്നെയാണ് കിടക്കാൻ പോകാറുള്ളത്. പക്ഷേ അതത്ര നല്ലതല്ല. നേരത്തെ കിടക്കണം, നേരത്തെ ഉണരണം എന്നാണല്ലോ. എങ്കിലും ഉമ്മയോട് ഒരാൾ സംസാരിക്കാനുണ്ടായാൽ അത് വല്ലാത്തൊരു
റാഹത്ത് തന്നെയാണ് ഉമ്മക്ക്. കാരണം എൻ്റെ ഉപ്പ എന്ന് പറഞ്ഞാൽ ഉമ്മയെ വലിയ ഇഷ്ടമായിരുന്നു. എവിടെ പോവുകയാണെങ്കിലും കൂടെ കൊണ്ടുപോകും. ഒരുപാട് സമയം സംസാരിച്ചിരിക്കും. ഗൾഫിലായപ്പോൾ മാത്രം അവരൊരുപാട് അകന്നു നിന്നു. എങ്കിലും ആദ്യം ഇക്ക കുട്ടിയായെന്നൊക്കെ പോയിട്ടുണ്ടത്രേ. വിസിറ്റിങ്ങിനൊക്കെ പോയി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉമ്മ ഞാൻ കിടക്കട്ടെ എന്ന് പറഞ്ഞ ധൃതിയിൽ ഷമ്മാസ് പോകാറില്ല. കാരണം അത് അദബുകേടാണ്. ഉമ്മയുടെ സംസാരം കഴിഞ്ഞ് ഉമ്മ പറയും, മോനെ പോയി കിടന്നോ, തഹജ്ജുദിന് എണീക്കാനുള്ളത് അല്ലേ എന്ന് പറയുമ്പോൾ മാത്രം അവൻ പോകും. അങ്ങനെയാണ് അന്നും ഉമ്മ പറഞ്ഞയച്ചു, മോനെ പോയി കിടന്നുറങ്ങിക്കോ, പിന്നെ 4 മണിക്ക് എണീക്കണ്ടേ, അതുമല്ല ഷോപ്പിലും പോകണം, ചെല്ലേ, ഇനി മതി സംസാരിച്ച്, നാളെ സംസാരിക്കാം. ഉമ്മ എന്നാൽ ശരി, അസ്സലാമു അലൈക്കും. ഷമ്മാസ് അതാ റൂമിലേക്ക് കടന്നു. അവൻ വാതിലടച്ചു. ഒരു നിമിഷം അവൻ എന്തോ ഒരു വല്ലാത്തൊരു സന്തോഷം. ആ ഫോണാണ് അവൻ്റെ കയ്യിൽ. പലതവണ നോക്കിയിട്ടുണ്ട്, അതെ, ഹിജാബി ഓൺലൈനിൽ ഉണ്ടോ എന്നറിയാൻ. പക്ഷേ ഉമ്മയുടെ അടുത്ത് നിന്ന് നോക്കാൻ പേടിയാണ്. എന്താ മോനെ നീ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത്, നമ്മളിവിടെ സംസാരിക്കുമ്പോൾ എന്ന് ഉമ്മ ചോദിച്ചാൽ അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു, എടുക്കാൻ വേണ്ടി തോന്നിയിരുന്നു. ഷമ്മാസ് അതാ തൻ്റെ ബെഡിലേക്കിരിക്കുന്നു. ഫോൺ തുറന്ന് നേരെ വാട്സപ്പിലേക്ക്. ഹിജാബി, അതെ, ഓൺലൈനിലുണ്ട് അവൾ. നുസൈബയുടെ വീട്ടിൽ ഉമ്മ അവളോട് പഠിക്കുന്നതിനിടയിൽ വന്ന് പറഞ്ഞു, മോളെ, പിന്നെ കല്യാണക്കാരിയൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മൾക്ക് ഒന്നാണ് നിക്കാഹ് കഴിച്ചിട്ടാൽ അത് നല്ലതിനായിരിക്കുമല്ലോ. ഇനിയിപ്പോൾ പഠനം ഇതൊക്കെ കഴിയുമ്പോഴത്തേന് എത്ര ആവും, നിക്കാഹ് കഴിച്ചിട്ടാൽ മതി എന്നാണ് പറയുന്നത്. അത് എൻ്റെ മോള് സമ്മതിക്കുകയാണെങ്കിൽ ഉമ്മ, ഞാൻ എന്താ ഉമ്മ പറയാം, ഉമ്മയോടും ഉപ്പയോടും എതിരായി ഞാനിതുവരെ ഒന്നും പ്രവർത്തിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ എന്താ പറയാം, എനിക്കൊന്നും അറിയില്ല ഉമ്മ. എൻ്റെ മനസ്സ് നിങ്ങളൊന്നും അറിയുകയാണെങ്കിൽ. എന്താ മോളെ നിൻ്റെ മനസ്സിലെന്താ? അല്ല, എനിക്ക് പഠിക്കണം, എന്തെങ്കിലും നേടണം എന്നാണ്. മോളെ, എന്തൊക്കെ തന്നെയായാലും അതൊക്കെ ചെയ്യാലോ, ജസ്റ്റ് ഒരു സമ്മതം കൊടുത്താൽ മതി. നിക്കാഹ് കഴിച്ചിട്ട് അവൻ വേണമെങ്കിൽ ഗൾഫിലേക്ക് തന്നെ പോയിക്കോട്ടെ, എന്നിട്ട് പിന്നെ വന്നിട്ടൊക്കെ മതി ആക്കം പോലെ കല്യാണമൊക്കെ. അതിനിപ്പോൾ എന്താ നിക്കാഹ് കഴിക്കണേന്, കുഴപ്പമില്ലല്ലോ, മോൾക്ക് സമ്മതല്ലേ? ഉമ്മ, എനിക്ക് പേടിയാണുമ്മ. എന്തിന്, നിക്കാഹ് കഴിക്കണേനോ? അതെന്താ മോളെ, അത് നിനക്ക് ആദ്യത്തെ അനുഭവം അങ്ങനെ ആയതുകൊണ്ടാണ്. ഉമ്മ, ഞാൻ എന്താ പറയുക, എനിക്കറിയുന്നില്ല. മോളെ, ഉപ്പാൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഉപ്പ എത്രമാത്രം കഷ്ടപ്പെട്ട് ഇടുന്നുണ്ട് ഇപ്പോൾ. ഇനിയിപ്പോൾ നമ്മളൊക്കെ ഉപ്പാൻ്റെ മക്കളൊക്കെ ഓരോ ഭാഗത്ത് എത്തിയാലല്ലേ ഉപ്പാക്ക് സമാധാനമാവുള്ളൂ. അപ്പം ഈ ഇങ്ങനെ വിലങ്ങ് നിന്നാലെങ്ങനെ ശരിയാവുമോ? ഉമ്മയുടെ ആ വാക്കുകൾക്ക് മുമ്പിൽ നുസൈബക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. ഉമ്മ വിചാരിച്ചു, അവൾക്ക് സമ്മതമായിരിക്കും, അവൾ എതിർത്തൊന്നും പറയുന്നൊന്നുമില്ല. പക്ഷേ ഇന്നലെ പറഞ്ഞിരുന്നു, ഇന്നവൾ പറഞ്ഞിട്ട് അവളുടെ കണ്ണുകൾ നിറയുകയാണ് ഉണ്ടായത്. മോളെ, കണ്ണെന്തിനാണ് നിറയുന്നത്? നിനക്ക് ഒന്നും അറിയണ്ട, നിക്കാഹ് കഴിച്ചാൽ മതി, നീ ഇവിടെ തന്നെ നിന്നോ, കുഴപ്പമില്ല. പിന്നെ അവൻ വന്നിട്ട് ഇൻഷാ അല്ലാ. പിന്നെ അതുമല്ല, ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, കല്യാണം കഴിഞ്ഞാൽ തന്നെ ഓന് കൊണ്ടുപോകുന്ന പറയണത്. മോൾക്ക് ഗൾഫിൽ ജീവിച്ചൂടെ? ഗൾഫിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യമുള്ളവർക്കല്ലേ കിട്ടുള്ളൂ. ഉമ്മ, അതൊക്കെ വെറും തോന്നലാണ്. ഗൾഫ് എന്ന് പറഞ്ഞാൽ എന്താ, അത് നമ്മളിവിടുത്തോലും വിചാരിക്കും അവിടെ പോയാൽ നല്ല സുഖമാണെന്ന്. പ്രത്യേകിച്ച് ഈ പ്രവാസികളുടെ ഭാര്യമാരായി തന്നെ അവിടെ റൂമിൽ കെട്ടിയിട്ട പോലെ ജീവിക്കുകയാണ്. അവർക്ക് വല്ല വെള്ളിയാഴ്ചയും ലീവ് കിട്ടിയെങ്കിൽ മാത്രം പുറത്തു പോവാം, അതും രാത്രി. അല്ലെങ്കിൽ ഒറ്റപ്പെട്ട കിളിയെപ്പോലെ, കൂട്ടിലടച്ച കിളിയെപ്പോലെ അത് അകത്തിങ്ങനെ ഇരിക്കലാണ്. ഉമ്മ, നമ്മളെല്ലാം വിചാരിക്കും ഗൾഫിൽ പോകുകയെന്ന് വെച്ചാൽ വലിയ സുഖമാണെന്ന്. ഒരിക്കലും അല്ല ഉമ്മ. കഷ്ടപ്പെടാൻ വേണ്ടിയിട്ടല്ലേ ആണുങ്ങൾ അവിടെ പോകുന്നത്. അവർ ഭാര്യമാരെ കൊണ്ടുപോയാൽ തന്നെ അവർക്കും അതിലേറെ കഷ്ടപ്പാടാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്ത്രീകൾ സന്തോഷത്തോടു കൂടി ഗൾഫിലേക്ക് പോകും. പക്ഷേ അവർക്ക് അവിടുത്തെ ജീവിതം ദുസ്സഹമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് വരണമെന്ന് തോന്നും. കാരണം ഭർത്താക്കന്മാർ ഫ്രീ ഉള്ള സമയത്ത് മാത്രമേ ഭാര്യമാർക്ക് പോയിട്ട് കാര്യമുള്ളൂ എന്നാണ് എല്ലാവരും പറയാറുള്ളത്. അല്ലാതെ അവർ പണിക്കും പോകും, മറ്റുള്ളവർ ആ റൂമിൽ ഇങ്ങനെ ഒറ്റപ്പെട്ട് ഒരുപാട് കാര്യമായിട്ട് പണിയും ഉണ്ടാവില്ല, എന്തെങ്കിലും ചെറിയ രീതിയിൽ കുക്കിങ്ങും കാര്യങ്ങളും, പിന്നെ അധികവും ഭർത്താവ് കൊണ്ടുവരുന്ന ഫുഡ്,
പിന്നെ അടിച്ചു വരാനും തുടക്കാനും മുറ്റടിക്കാനും ഒന്നും കാര്യമായിട്ടുണ്ടാവില്ല. ഫ്ലാറ്റിലല്ലേ ജീവിതം. അപ്പോൾ ആകെ ബോറടിക്കും. പിന്നെ കുഞ്ഞുങ്ങളൊന്നുണ്ടെങ്കിൽ തിരക്കിടില്ല. ഇത് ഒറ്റയ്ക്ക് അതൊന്നും വേണ്ടമ്മ, അതൊക്കെ വേറെ ആരെങ്കിലും നോക്കിക്കോട്ടെ. എനിക്കൊരിക്കലും അതിന് താല്പര്യപ്പെടുന്നില്ല ഞാൻ. മോളെ, ഈ ഉമ്മ പറയണ കേക്ക്, ഈ തട്ടിത്തെറിപ്പിക്കല്ലേ കേട്ടോ. തട്ടിത്തെറിപ്പിച്ച് പോയാൽ ഒരു പക്ഷേ വലിയൊരു നഷ്ടമായിരിക്കും അത്. നിക്കാഹ് കഴിക്കുള്ളൂ, വേറൊന്നും വേണ്ട. ഉമ്മ വേണ്ട, എനിക്ക് താല്പര്യമില്ല ഉമ്മ. മോളെ, ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. ഉമ്മ സങ്കടപ്പെട്ടു. പഠിച്ചവനെ, എൻ്റെ കുട്ടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെയൊക്കെ പറയണത്. ഉമ്മയുടെ ആ നിറഞ്ഞ കണ്ണുകൾ കണ്ട് നുസൈബയുടെ മനസ്സ് നൊന്തു. ഉമ്മ കരയണ്ട മോളെ, നല്ല ബന്ധമായിട്ടാണ് ഞാൻ മോളുടെ ഇങ്ങനെ നിർബന്ധിക്കണത്. എൻ്റെ കുട്ടി രക്ഷപ്പെടണം, അതേ എനിക്കുള്ളൂ. എന്നിട്ട് മോൾ പഠിക്കണമെങ്കിൽ പഠിച്ചോ, അവൻ്റെ സമ്മതത്തോടെ. ഉമ്മ അത് നുസൈബയുടെ കണ്ണുകൾ നിറഞ്ഞു. നുസൈബക്ക് എന്ത് പറയണമെന്നറിയുന്നില്ല. ഉമ്മതാ കണ്ണുനീർ തുടച്ചുകൊണ്ട് റൂമിലേക്ക് പോകുന്നു. ഉപ്പയുടെ നോക്കി, നമ്മുടെ മോൾക്ക് തീരെ ഒരു താല്പര്യമില്ലാത്ത രീതിയിലാണ് അവൾ സംസാരിക്കണത്. അത് സാരമില്ല, പഠിച്ചവൻ്റെ വിധി ഉണ്ടെങ്കിൽ ഹയറാണെങ്കിൽ നടക്കട്ടെ, ഷർറാണെങ്കിൽ ഒഴിഞ്ഞു പോട്ടെ. അതേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഈ സുഖമില്ലാത്ത ഈ അവസ്ഥയിൽ എനിക്കാണെങ്കിൽ ശ്വാസം മുട്ടി തുടങ്ങുകയാണിപ്പോൾ. തണുപ്പൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് കൂടുതലാണ്. ഞാനിപ്പോൾ എന്താ പറയുക. ഇക്ക, നിങ്ങൾ നാളെ മുതൽ പണിക്ക് പോകണ്ട കേട്ടോ. അത് പിന്നെ എൻ്റെ കുട്ടികൾക്ക് പോറ്റണ്ടേ. ഈ ശ്വാസം മുട്ടിക്കൊണ്ട് എങ്ങനെ? അതൊന്നും സാരില്ല. പഠിച്ചവൻ രാവിലെ 9 ഷിഫാക്കും, രാത്രി ആകുമ്പോഴാണ് കൂടുതലായിട്ട്. എന്നിട്ട് മോളെന്താ പറഞ്ഞത്? മോള് ഒന്നും കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല. അവൾക്കിപ്പോൾ താല്പര്യമില്ല എന്നാണ് പറയണത്. നിങ്ങൾ സങ്കടപ്പെടേണ്ട. അതെല്ലാം നുസൈബാദ മറ്റേ റൂമിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ശരിക്കും ഓടുമേഞ്ഞ വീടായതുകൊണ്ട് തന്നെ മുകളിലേക്കുള്ള ചുവര് പടുക്കാത്തതിനാലും അത് ശരിക്കും അവൾ കേട്ടു. അതെ, തൻ്റെ ഉപ്പയും ഉമ്മയും ഒരുപാട് സങ്കടപ്പെടുന്നു. പഠിച്ചോനെ, എൻ്റെ ഉപ്പ അസുഖമുള്ള ആളാണ്. ഈ അസുഖമുള്ള സമയത്ത് എൻ്റെ ഉപ്പയെ വിഷമിപ്പിച്ചാൽ, എൻ്റെ ഉപ്പയെ ദുഃഖിപ്പിച്ചാൽ അതൊരു പക്ഷേ അതെനിക്ക് താങ്ങാൻ കഴിയാത്ത വല്ല പ്രയാസവും വന്നു കഴിഞ്ഞാലോ. പഠിച്ചവനെ, എന്താ ഞാൻ ചെയ്യുക? എതിർക്കാനും വയ്യ, നിൽക്കാനും വയ്യ. തീരെ താല്പര്യമില്ലാത്ത വിഷയമാണ് ഇപ്പോൾ കല്യാണം എന്നുള്ളത്. അതും തീരെ വിചാരിക്കാത്ത രീതിയിൽ. പക്ഷേ ഉപ്പയുടെ സ്ഥിതി ആലോചിക്കുമ്പോൾ, ഉപ്പയുടെ സന്തോഷത്തിന് നിൽക്കുകയാണെങ്കിൽ മനമില്ല മനസ്സോട് കൂടെ ഞാനതിന് സമ്മതിക്കേണ്ടി വരും. അല്ലാ, എന്തിനെന്നെ നീ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? എനിക്ക് ഇഷ്ടമല്ല. ഇപ്പോൾ കല്യാണത്തിൻ്റെ കാര്യം എനിക്കിഷ്ടമല്ല സത്യമായിട്ടും. നുസൈബാദ തേങ്ങി കരയുന്നു. അവൾ വെറുതെ ഫോണൊന്ന് എടുത്ത് നോക്കി. അതെ, ഷമ്മാസ് അതാ എന്നോട് എന്തൊക്കെ ചോദിക്കുന്നു. ഹിജാബി, അവൾ കണ്ണീരോടെ മെസ്സേജ് അയച്ചു. ഫുഡ് കഴിച്ചോ? കിടന്നോ? പഠനം കഴിഞ്ഞോ? ഒരുപാട് ക്വസ്റ്റ്യൻസ്. അതിനൊന്നും ഹിജാബിക്ക് റീപ്ലൈ കൊടുക്കാനേ കഴിയുന്നില്ല. അവളുടെ കൈകൾ വിറക്കുകയാണ്, ഹൃദയം പൊട്ടുകയാണ്. ഹിജാബി, പറയൂ. ഞാൻ നിന്നോട് ചോദിച്ചതിൽ നീ എനിക്ക് കറക്റ്റായിട്ട് ഒരു ആൻസർ തന്നില്ലല്ലോ. പറയൂ മോളെ, പറയൂ. എൻ്റെ ഹിജാബി പറയൂ. ഷമ്മാസ്, എന്ത് പറയാനാണ്? ഞാൻ നിന്നോട് ചോദിക്കട്ടെ ഒരു കാര്യം. നിന്നോട് ഞാൻ ഇഷ്ടമാണോ എന്തൊക്കെ ചോദിച്ചു. പക്ഷേ ഒരു കാര്യം മാത്രം ചോദിച്ചില്ല. ഹിജാബി, നിൻ്റെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടോ ഇപ്പോൾ? അത് കേട്ടപ്പോൾ ഹിജാബി പൊട്ടിക്കരഞ്ഞു, ശബ്ദമുയർത്താതെ. അതെ, ഉറക്കെ കരയണമെന്നുണ്ട്. അപ്പുറത്ത് ഉമ്മയും ഉപ്പയും ഇവിടെ അനിയത്തിമാരും ഉണ്ട്. എല്ലാവരും കേൾക്കും. വേണ്ട ഹിജാബി, പറയടി. എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ നീ പറ. നിൻ്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ ഷമ്മാസ് നിന്നെക്കുറിച്ച് ഇനി ഓർക്കില്ല. അത് ഞാൻ മറക്കാൻ ശ്രമിക്കാം. കഴിയില്ല എനിക്ക് മറക്കാൻ. എങ്കിലും മറക്കാൻ വേണ്ടി ശ്രമിക്കാം. അല്ല എന്ത് ചെയ്യണേ? പറയൂ ഹിജാബി, നിൻ്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ? ഞാനിങ്ങനെയൊക്കെ ചോദിക്കണോണ്ട് നിനക്ക് വിഷമമുണ്ടോ? നിനക്കെന്തെങ്കിലും പ്രയാസമുണ്ടോ?
ബുദ്ധിമുട്ടുണ്ടോ? പറയോ. നിനക്ക് ഞാനല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ? അതോ നിൻ്റെ വിവാഹം വേറെ ഉറപ്പിക്കുന്നുണ്ടോ? നിന്നെ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ? പറയൂ, എനിക്കെല്ലാം അറിയണം. സത്യമായിട്ടും എന്തൊക്കെ തന്നെയായാലും ഹിജാബിയെ മറക്കാൻ എനിക്കാവില്ല. എങ്കിലും നിൻ്റെ സുഖജീവിതത്തിന് വേണ്ടി ഞാൻ നിന്നെ വിട്ടുതരും. നിനക്ക് ജീവിക്കാം, നിനക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ. ഒരിക്കലും എൻ്റെ കൂടെ ജീവിക്കണമെന്ന് ഞാൻ വാശി പിടിക്കുന്നില്ല. എനിക്ക് ആഗ്രഹമുണ്ട്, എൻ്റെ മനസ്സിൽ അങ്ങേയറ്റം ഇഷ്ടമുണ്ട്. പക്ഷേ നിൻ്റെ സമ്മതമില്ലാതെ എനിക്കത് നേടിയെടുക്കാൻ കഴിയില്ലല്ലോ. നിൻ്റെ സമ്മതം അതെനിക്ക് അത്യാവശ്യമാണല്ലോ. പറയൂ ഹിജാബി. എൻ്റെ കണ്ണുനീർ തുള്ളികൾ ഈ ഫോണിലേക്ക് ഉറ്റി വീഴുന്നുണ്ട്. സത്യമായിട്ടും പറയൂ ഹിജാബി. നിനക്ക് ഞാനല്ലാതെ വേറെ ആരെങ്കിലും ഇഷ്ടമുണ്ടോ? നിന്നെ ആരെയും സ്നേഹിക്കുന്നുണ്ടോ ഷമ്മാസ്? ഒരിക്കലുമില്ല. പിന്നെന്താണ് നീ പറയാൻ മടിക്കുന്നത്? അത് എനിക്കൊരു വിവാഹാലോചന വന്നിട്ടുണ്ട്. എൻ്റെ വീട്ടുകാരതിനെ നിർബന്ധിക്കുന്നുണ്ട്. എൻ്റെ വീട്ടുകാരുടെ ഞങ്ങളുടെ സ്ഥിതി, ഞങ്ങളുടെ പരിഭവങ്ങൾ, എൻ്റെ ഉപ്പയുടെ അസുഖം, ഉമ്മയുടെ അസുഖം എല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഉപ്പയെ ഒരിക്കലും എനിക്ക് ടെൻഷനാക്കാൻ കഴിയില്ല. അതുകൊണ്ട് എൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും ഇഷ്ടത്തിന് മാത്രം അതെൻ്റെ കടമയാണ്. അതിനനുസരിച്ച് നിന്നേ പറ്റൂ. മാതാപിതാക്കളുടെ സന്തോഷമല്ലേ നമുക്ക് വലുത്. ഞാൻ എത്ര തന്നെ ദുരിതം പേറേണ്ടി വന്നാലും, എത്ര തന്നെ കഷ്ടപ്പെടേണ്ടി വന്നാലും അവരുടെ ഇഷ്ടത്തിന് ഞാൻ നിൽക്കുകയാണ്. അല്ലാതെ ഹിജാബി, നീ എന്താ പറയുന്നത്? ഷമ്മാസിൻ്റെ കൈകളും ചുണ്ടുമെല്ലാം വിറക്കുന്നു. ഹിജാബി, നീ സമ്മതിച്ചോ കല്യാണത്തിന് വേണ്ടിയിട്ട്? പറ. ഷമ്മാസ്, അത് പിന്നെ എനിക്ക് ഒട്ടും സമ്മതമല്ല. പക്ഷേ എനിക്ക് എൻ്റെ ഉപ്പയുടെ ആരോഗ്യം കാത്ത് സൂക്ഷിക്കണം. എൻ്റെ ഉപ്പയെ ടെൻഷനാക്കാതെ ഞങ്ങളുടെ കൂടെ എൻ്റെ ഉപ്പ ഇനിയും ജീവിക്കണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് എൻ്റെ ഒരു വാക്കുകൾ കൊണ്ട് ഉപ്പയുടെ ഹൃദയം വേദനിച്ചു കഴിഞ്ഞാൽ, ടെൻഷനായി കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമാണ്. ഞങ്ങളുടെ ജീവിതം അത് വളരെ ബുദ്ധിമുട്ടായി പോവും. ഞങ്ങൾക്ക് ഉപ്പ ഇല്ലാതായി പോവും സത്യമായിട്ടും. അതുകൊണ്ട് ഉപ്പയോ ഒരിക്കലും ടെൻഷനാക്കില്ല, ഞാൻ ആഗ്രഹിക്കില്ല. ഹിജാബി, എന്നാൽ ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരട്ടെ? നിൻ്റെ വീട്ടിൽ വന്ന് ഞാൻ വിവാഹം ആലോചിക്കട്ടെ? ഷമ്മാസ്, നിങ്ങളെന്താ പറയുന്നത്? അങ്ങനെ എങ്ങാനും വീട്ടിലേക്ക് പെട്ടെന്ന് കയറി വന്നാൽ എനിക്ക് പിന്നെ ഇവിടെ നിൽക്കേണ്ടി വരില്ല. ആരാടി ഇത്? എവിടെ നിന്ന് കണ്ടു ഇവനെ എന്നൊക്കെ ചോദിച്ച് അതിനുള്ള ഉത്തരം ഞാൻ എങ്ങനെ പറയും? എന്താണ്, ഇങ്ങനെയാണോ വിവാഹാലോചനയൊക്കെ? ഹിജാബി, നിന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി പോയടി. എനിക്ക് നിന്നെ സ്വന്തമാക്കാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം. ഞാൻ നിൻ്റെ വീട്ടിലേക്ക് തിരഞ്ഞു പിടിച്ചു വരും. ഷമ്മാസ്, പ്ലീസ് പ്ലീസ് പറയിപ്പിക്കരുത്, പ്ലീസ്. എൻ്റെ ഉമ്മയും ഉപ്പയും ഇതെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എനിക്ക് തന്നെ അറിയില്ല. മോളെ, നീ ഏത് ചെക്കനോടാണ് ചാറ്റ് ചെയ്യുന്നത്? അല്ലെങ്കിൽ അവൻ ആരാ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? ഇതുവരെ അങ്ങനെ പറയിപ്പിച്ചിട്ടില്ല. നല്ല രീതിയിലാണ് ഉപ്പയും ഉമ്മയും ഞങ്ങൾ വളർത്തിയത്. ഇതൊക്കെ കേൾക്കുമ്പോൾ എന്തായിരിക്കും? ഷമ്മാസിൻ്റെ മെസ്സേജ് അതാ തുരുതുരെ വന്നുകൊണ്ടിരിക്കുന്നു. ഹിജാബി, എൻ്റെ മനസ്സിൽ നിന്ന് നീ മാഞ്ഞു പോയില്ല. അതെനിക്ക് വേണം. എനിക്കത് സ്വന്തമാക്കണം. അതിനു വേണ്ടി എത്ര പ്രയത്നം സഹിക്കാൻ തയ്യാറാണ് ഞാൻ. എന്ത് വേണമെങ്കിലും. അതെ, എനിക്ക് സ്വന്തമാക്കണം. ഷമ്മാസ്, കൊതിക്കരുത് അധികം. നമ്മൾ ആഗ്രഹിച്ചത് ലഭിച്ചില്ലെങ്കിൽ അത് വലിയ വേദന സൃഷ്ടിക്കും. അതുകൊണ്ട് എന്നെക്കുറിച്ച് ഷമ്മാസ് ആലോചിക്കരുത്. എന്നെ മറക്കണം. എന്നെ മറന്നേ പറ്റൂ. ഒരിക്കലും ഞാൻ ആഗ്രഹിച്ച ജീവിതം എനിക്ക് ലഭിക്കില്ല, അതെനിക്കറിയാം. ഷമ്മാസ്, എന്നെ നീ മറക്കണം. ഹിജാബി, നോ, എനിക്കതിന് കഴിയില്ല. സത്യമായിട്ടും ഇനി നിന്നെ വേറെ ആരെങ്കിലും കല്യാണം കഴിച്ചാൽ തന്നെ ഈ ഷമ്മാസ് ഇനി ഒരിക്കലും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കിഷ്ടമല്ല. എൻ്റെ ജീവിതത്തിൽ ആദ്യമായൊരു പെണ്ണാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. അതെ, അത് സ്വന്തമാക്കണം. എങ്കിലാണ് ഈ ഷമ്മാസ് ഒരാൺകുട്ടിയാകുകയുള്ളൂ. സത്യം സത്യം. ഷമ്മാസ്, പ്ലീസ്
നീ എന്തൊക്കെയാണ് പറയുന്നത്? ഒരിക്കലും അങ്ങനെ പറയരുത്. നിൻ്റെ കൂടെ ജീവിക്കാൻ എനിക്ക് കഴിയില്ല. അതെ, എൻ്റെ വീട്ടുകാർ അതിന് സമ്മതിക്കില്ല. അത് എൻ്റെ വീട്ടുകാർ ഇപ്പോഴൊരു വിവാഹത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അതിന് എൻ്റെ സമ്മതം ഇല്ലെങ്കിൽ പോലും അതിന് തയ്യാറായി നിൽക്കുകയാണ് ഞാൻ. എനിക്കൊട്ടും ഇഷ്ടമല്ല. പക്ഷേ ഉപ്പയെ ഒരിക്കലും ടെൻഷനാക്കില്ല, ഉമ്മയെ ടെൻഷനാക്കില്ല. അവരുടെ പ്രാർത്ഥനയാണ് എനിക്ക് വേണ്ടത്. അവരുടെ പ്രാർത്ഥന ഉണ്ടെങ്കിലേ ഞാൻ രക്ഷപ്പെടുള്ളൂ ഷമ്മാസ്. അതാണ് ഞാൻ പഠിച്ചത്. അത് കേട്ട് ഷമ്മാസ് പൊട്ടിക്കരഞ്ഞു. ഹിജാബി, നീ ജീവിച്ചോ, നീ സുഖമായി ജീവിച്ചോ, ആരുടെയെങ്കിലും കൂടെ ജീവിച്ചോ, കുഴപ്പമില്ല. പക്ഷേ എൻ്റെ ഹൃദയത്തിനുള്ളിൽ ഹിജാബി എന്നും ഉണ്ടാകും. അതെ, എനിക്ക് കിട്ടാത്ത ഒരു സ്വപ്നമായിക്കൊണ്ട് അത് ഞാൻ കാത്തു സൂക്ഷിക്കും എൻ്റെ ഹൃദയത്തിൽ മരിക്കുവോളും. ഹിജാബി. അപ്പോഴേക്കും നുസൈബയുടെ കണ്ണുകളും നിറഞ്ഞൊഴുകിയിരുന്നു. അതാ ഉമ്മ വിളിക്കുന്നു. പെട്ടെന്ന് നുസൈബ ഫോണ് ഓഫ് ചെയ്തു വെച്ചു. തലേണയുടെ അടിയിലേക്ക്